ഇന്ന് നവംബർ 17. നമുക്ക് ഹംഗറിയിലെ വിശുദ്ധ എലിസബത്തിനെ ഓർക്കാം. ഒരു രാജകുമാരി ആയിരുന്നിട്ടും പാവങ്ങളോടുള്ള സ്നേഹത്തിനും കാരുണ്യത്തിനും പേരുകേട്ട വിശുദ്ധയാണ് എലിസബത്ത്. ശരിക്കും കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഒരു മധ്യസ്ഥ തന്നെ. അവരുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നോക്കാം. ഒന്നാമതായിട്ട് അവരുടെ എളിമയുള്ള ജീവിതം. ചെറുപ്പത്തിലെ ലൂയി നാലാമനുമായി വിവാഹം ഉറപ്പിച്ചു. 14-ാം വയസ്സിൽ വിവാഹിതയായി. ഭർത്താവിന്റെ നല്ല സപ്പോർട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൊട്ടാരത്തിലായിരുന്നിട്ടും സിമ്പിളായിട്ട് ജീവിച്ചു, പാവങ്ങളെ ഒത്തിരി സഹായിച്ചു. പിന്നെ ആ റോസാപ്പൂക്കളുടെ അത്ഭുതം. ഒരു കഥയുണ്ട്. പാവങ്ങൾക്കപ്പവുമായി പോകുമ്പോൾ രാജാവ് പിടിച്ചു നിർത്തി, എന്താ ഈ പുതപ്പിനുള്ളിൽ എന്ന് ചോദിച്ചു. തുറന്നപ്പോ അപ്പത്തിനു പകരം നിറയെ റോസാപ്പൂക്കൾ. ദൈവത്തിന് അവളുടെ പ്രവൃത്തിയിൽ സന്തോഷമുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി. അവസാനമായിട്ട് ഭർത്താവിന്റെ മരണശേഷം അവര് ജീവിതം മുഴുവനായിട്ട് പാവങ്ങൾക്കായി മാറ്റിവെച്ചു. രാജകീയ പദവികളൊക്കെ വേണ്ടെന്ന് വെച്ച് സാധാരണക്കാർക്കിടയിൽ പ്രവർത്തിക്കുന്ന ഫ്രാൻസിസ്കൻ 3-ാം സഭയിൽ ചേർന്നു. സ്വന്തം സമ്പത്തുകൊണ്ട് ആശുപത്രിയൊക്കെ ഉണ്ടാക്കി രോഗികളെ നോക്കി. വെറും 24 വയസ്സിലാണ് അവർ മരിക്കുന്നത്, 1231. അപ്പോ എലിസബത്തിന്റെ ജീവിതം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതെന്താ? സ്ഥാനമാനങ്ങളോ പണമോ ഒന്നുമല്ല, സ്നേഹത്തോടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് ഏറ്റവും വില. കർത്താവെ, ചുറ്റുമുള്ളവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് സന്തോഷത്തോടെ അവരെ സഹായിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഇന്നത്തെ നമ്മുടെ ദൗത്യം, പറ്റുമെങ്കിൽ ഒരാൾക്കൊരു ചെറിയ സഹായം ചെയ്യുക. ചിലപ്പോൾ അതൊരു നേരത്തെ ഭക്ഷണമാകാം, അല്ലെങ്കിൽ ഒരു നല്ല വാക്ക്, ഒരു പുഞ്ചിരി. ഓർക്കുക, കാരുണ്യത്തിന് വലിയ പദവിയോ പണമോ ആവശ്യമില്ല.